SSLC +2 ബിടെക് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ലെൻസ്ഫെഡ് ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. അറിവും ആദരവും എന്ന പേരിൽ മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന പരിപാടി മണ്ണാർക്കാട് നഗരസഭ ചെയർപേഴ്സൺ സജന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. വളരെ എല്ലാവർക്കും ഒരു അഭിമാനകരമായ, കാരണം നമ്മൾ ലെൻസ്ഫെഡ് ഭാരവാഹികളുടെ മക്കൾ എന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ മക്കൾ ഒരു ഉന്നത വിജയം നേടിയാലും അതിനെ അനുമോദിക്കുമ്പോൾ നമ്മൾക്കും അഭിമാനിക്കാൻ പറ്റിയ ഏറെ ഒരു നിമിഷം തന്നെയാണ്. ഇന്നെന്ന് പറയുന്നത് എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് അവരുടെ കുട്ടികളെ നല്ലൊരു വിദ്യാഭ്യാസ മേഖലയിൽ അല്ലെങ്കിൽ നല്ലൊരു ജോലിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഏതൊരു അച്ഛനമ്മമാരുടെയും പ്രതീക്ഷയാണ്. അതുപോലെ തന്നെ അതിനുവേണ്ടി നമ്മൾ കഠിനം പ്രയത്നിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു പിന്തുണയും അതോടൊപ്പം തന്നെ അവരുടെ ഒരു പ്രയത്നം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉന്നത വിജയം നേടാൻ കഴിയുള്ളൂ. അതിൽ അവർ വിജയിച്ചിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഓരോരുത്തരും അവരുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള ഫസ്റ്റ് പടി എന്ന നിലയിൽ അവരത് കടന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനിയും അവർ ഉന്നതയിലേക്ക് എത്താൻ വേണ്ടി ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാനുള്ളതുണ്ട്. ജീവിതത്തിലെ ഒരു ഭാഗം മാത്രമാണ് അവർ കടന്നിട്ടുള്ളത്. ഇനിയും അവർക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിയണം. അതിന് നമ്മുടെ രക്ഷിതാക്കളുടെ എല്ലാ പിന്തുണയും അവരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, നമ്മുടെ ലെൻസ്ഫെഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരുപാട് കാലമായിട്ട് നമുക്ക് കേട്ടുവന്നുകൊണ്ടിരുന്ന ഒരു സംഘടനയാണ്. പല മേഖലകളിലും പല കാര്യങ്ങളിലുമായിട്ടും അവരവരുടെ ആധിപത്യം അല്ലെങ്കിൽ അവരുടെ പ്രയത്നങ്ങൾ കാണിച്ചു വരുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗം മാത്രമാണ് ഈ അനുമോദിക്കൽ ചടങ്ങ് എന്നുള്ളത്. അതിന്റെ കൂടെ എനിക്ക് കണ്ടത് അറിവ് നൽകുക എന്നുള്ളൊരു ആശയം കണ്ടു. നമുക്കറിയാം, ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്, വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. അത് നമ്മുടെ മേഖലയിലും ആ മാറ്റങ്ങൾ യഥാസമയം നമ്മുടെ അംഗങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഈ ഒരു ചടങ്ങിലുണ്ട്. കാരണം K-Smart എല്ലാവർക്കും അറിയാം, ഇതെല്ലാം ചെയ്യുന്നത് K-Smartലൂടെയാണ്. ആ K-Smartലൂടെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഒരുപാട് സംശയങ്ങൾ, പലർക്കും K-Smart എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതും അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നതെന്നൊന്നും അറിയുന്നില്ല. പക്ഷെ അത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ജോലിയുടെ ഒരു ഭാഗമാണ് ഇപ്പോൾ K-Smart എന്ന് പറയുന്നത്. അപ്പൊ ആ K-Smartനെ കുറിച്ച് എന്തെല്ലാം അപ്ഡേറ്റുകൾ ഉണ്ട് എന്നുള്ളത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പൊ അതിന് ഉണ്ട് എന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പൊ അത്തരം അപാകതകൾ ഞങ്ങളെ പോലെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഞങ്ങൾക്കും അതിന് ചെറിയ കുറെ അപാകതകൾ ഞങ്ങൾക്ക് അനുഭവിക്കുന്നുണ്ട്. പലതും ഞങ്ങൾക്കും തിരുത്താൻ പറ്റാതെയും അതിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞങ്ങൾ കുറെ കാലങ്ങളായി ഇപ്പൊ ഈ കുറച്ച് മീറ്റിങ്ങുകളിൽ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ നിങ്ങളിലുള്ള അപാകങ്ങൾക്കുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഞങ്ങളെ അറിയിച്ചു കഴിഞ്ഞാൽ ആ കാര്യം ഞങ്ങൾ K-Smartലെ മേധാവികളെ അറിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പൊ അതും ഈ അവസരത്തിൽ ഞാൻ പറഞ്ഞപ്പോൾ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിട്ടും നിങ്ങൾക്ക് ഈ ക്ലാസ് അതുകൊണ്ട് നല്ല ഉപകാരം തന്നെ ഉണ്ടായിട്ടുണ്ടായിട്ടും നിങ്ങളുടെ കരിയറിൽ. അപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള സഹായം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് അറിയിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ട എല്ലാ സഹായങ്ങളും നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ മക്കൾക്കും അവരെടുത്ത കരിയർ അല്ലെങ്കിൽ അവരെടുത്ത ആ ഒരു മേഖല ഇനിയും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. അതോടൊപ്പം തന്നെ സമൂഹമാണ് നമ്മുടെ ഒരു കുട്ടികൾ എന്ന് പറയുന്നത് എന്താണ്, അറിവ് നേടുക, ഒരു ജോലി നേടുക എന്നതിലപ്പുറം നല്ലൊരു വ്യക്തിയായി നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ സമൂഹത്തിനുമുള്ള നല്ല കുട്ടികളായി വളരാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. ലെൻസ്ഫെഡ് മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി മുജീബ് റഹ്മാൻ സ്വാഗതം പറഞ്ഞു. ഏരിയ പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് VR കൃഷ്ണകുമാർ, ജില്ലാ സെക്രട്ടറി രാജേഷ് S എന്നിവർ മുഖ്യാതിഥിയായി. നേതാക്കളായ സുനിൽകുമാർ N, ജയപ്രകാശ്, രാജേഷ് V, AR വിജയഭാസ്കർ, ഷിഹാബുദ്ദീൻ NP, അബ്ദുള്ള, ബാലകൃഷ്ണൻ S എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ലെൻസ്ഫെഡ് മണ്ണാർക്കാട് മേഖലയിലെ മെമ്പർമാരുടെ മക്കൾക്ക് മൊമെന്റോ നൽകി ആദരിച്ചു. എഞ്ചിനീയർ സംസ്ഥാന സമിതി അംഗം, ജില്ലാ തുടർ വിദ്യാഭ്യാസ ചെയർമാനുമായ അനൂപ് KT ബിൽഡിംഗ് റൂൾ, K-Smart സംശയ നിവാരണവും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. അത് ആ ഒരു മറ്റൊരാളോട്
ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസ്ഫർ പെർമിറ്റ് എന്ന് പറയുന്നത് ഇതിന് നമുക്ക് ചെയ്യുമ്പോൾ സ്വന്തം പേരിൽ സ്ഥലമുണ്ട്, അതിനകത്ത് ബിൽഡിംഗ് എടുത്തു, അത് സ്ഥലവും ബിൽഡിംഗ് പെർമിറ്റും കൂടി മൊത്തമായിട്ട് ഒരാൾക്ക് വിൽക്കുകയാണെങ്കിൽ കേസ് ഫണ്ടിൽ പഴയ ബിൽഡിംഗ് പെർമിറ്റ് ഇമ്പോർട്ട് ചെയ്യാം. അതിനുശേഷം ട്രാൻസ്ഫർ പെർമിറ്റ് എന്നുള്ള മൊഡ്യൂൾ എടുത്തിട്ട് ഈ ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ പുതിയ ഓണറുടെ ഡീറ്റെയിൽസ് എൻട്രി ചെയ്യാം, ഓട്ടോമാറ്റിക്കലി പുതിയ ആളുടെ പേരിലോട്ട് ട്രാൻസ്ഫർ ആവും. ഇതിലേക്ക് മറ്റു രണ്ട് വിഷയങ്ങളോടെ കയറി വരും. ഒന്നിപ്പോ എന്റെ കയ്യിൽ 10 സെന്റ് സ്ഥലമുണ്ട്, ഇതിനകത്തുനിന്ന് ഞാനൊരു 5 സെന്റ് സ്ഥലം മുറിച്ചിട്ടു. അപ്പൊ ബാലൻസ് എന്റെ കയ്യിൽ 5 സെന്റ് ആണുള്ളത്. ബിൽഡിംഗ് പെർമിറ്റ് തന്നത് 5 സെന്റ് ആണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടില്ല. നമ്മൾ നേരെ റിവിഷൻ പെർമിറ്റ് ചെയ്ത് ഈ 5 സെന്റിനകത്തോട്ട് നിലവിലുള്ള ബിൽഡിംഗ് പെർമിറ്റിനെ ട്രാൻസ്ഫർ ചെയ്യണം. അത് വെറുതെ റിവിഷൻ പെർമിറ്റ് മാത്രം മതി. അതിനുശേഷം വേണമെങ്കിൽ എനിക്ക് 5 സെന്റ് ബിൽഡിംഗ് പെർമിറ്റും കൂടി മറ്റൊരാൾക്ക് വിൽക്കാം. ഇനി സ്ഥലമുണ്ട്, മൊത്തം 10 സെന്റ് സ്ഥലമാണ്, അതിൽ 5 സെന്റ് സ്ഥലത്തേക്ക് ഞാൻ ബിൽഡിംഗ് പെർമിറ്റ് എടുത്തു. ബിൽഡിംഗ് പെർമിറ്റും അതിന്റെ സെറ്റ് ബാക്കും കൂടി ചേർന്നുള്ള സ്ഥലമാണ് ഞാൻ മറ്റൊരാൾക്ക് വിറ്റെന്ന് വിചാരിക്കാം. അതിനും സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സർവേ നമ്പർ മാറും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സർവേ നമ്പർ മൊത്തം ബോർഡിന്റെ സർവേ നമ്പർ ചിലപ്പോൾ 3/5 ആയിരിക്കും. ഈ സ്ഥലവും ബിൽഡിംഗ് പെർമിറ്റ് വിറ്റ് കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് കിട്ടുമ്പോൾ സർവേ നമ്പർ 3/5 എന്നായി മാറും. അത് ബിൽഡിംഗ് റൂൾ വയലേഷൻ. അങ്ങനെ വന്നാൽ ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മളത് റെഗുലറൈസേഷൻ ചെയ്യേണ്ടി വരും. ഈ അത് ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂൾ വരുന്നുണ്ട്. വന്നു കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇത് എങ്ങനെയാണ് ട്രാൻസാക്ഷൻ നടക്കുന്നത് ഡീറ്റെയിലും സർവേ നമ്പർ എങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്. അത് വരണം. ഇപ്പൊ നിലവിൽ മൊത്തത്തിൽ വിൽക്കാം. അതല്ലെങ്കിൽ കുറച്ച് സ്ഥലം വിറ്റ് ബാക്കിയുള്ള സ്ഥലത്തോട്ട് ബിൽഡിംഗ് പെർമിറ്റ് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാം. സ്ഥലം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ റിവിഷൻ പെർമിറ്റിൽ ചെയ്യും. ഇപ്പൊ എന്റെ 10 സെന്റ് സ്ഥലമുണ്ട്, അതിലേക്ക് പെർമിറ്റ് എടുത്തു, പിന്നീട് ഞാൻ 2 സെന്റ് സ്ഥലം കൂടി കൂട്ടിച്ചേർത്തു, വീടൊന്ന് വലുതാക്കണം. മണ്ണാർക്കാട് ഏരിയ ട്രഷറർ സിബി കെ ബി നന്ദിയും പറഞ്ഞു.